മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് ദ കിങ് ഓഫ് ഗുഡ് ടൈംസ് എന്നറിയപ്പെട്ടിരുന്ന അല്ലെങ്കിൽ അറിയപ്പെടുന്ന സാക്ഷാൽ വിജയ് മല്യയുടെ ഗ്രഹസ്ഥിതിയാണ്. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഗ്രഹനില തന്നെയാണ് അദ്ദേഹത്തിൻ്റേത്. ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ കുറച്ച് മുന്നേ സംഭവിച്ച കാര്യങ്ങളും ഇപ്പോൾ അദ്ദേഹം ഇന്ത്യയിലില്ല എന്നുള്ള കാര്യങ്ങളുമൊക്കെ ഒട്ടുമിക്ക എല്ലാ ആളുകൾക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ ജനന ദിവസം എന്ന് പറയുന്നത്, ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് 18/12/1955 തിരുവോണമാണ്. നക്ഷത്രം തിരുവോണം, 2-ാം പാദം, കുംഭലഗ്നം, 2-3 ഭാവങ്ങൾ ശൂന്യം, 4-ൽ കേതു ഗുളികൻ, 5-6 ഭാവങ്ങൾ ശൂന്യം, 7-ൽ വ്യാഴം, 8 ശൂന്യം, 9-ൽ കുജൻ, 10-ൽ ശനി രാഹു, 11-ൽ സൂര്യൻ ബുധൻ ശുക്രൻ, 12-ൽ ചന്ദ്രൻ. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. ഇദ്ദേഹത്തിൻ്റെ വിളിപ്പേര് ഇദ്ദേഹത്തിൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടും അല്ലെങ്കിൽ ജീവിത രീതിയുമായി ബന്ധപ്പെട്ടിട്ടുമൊക്കെ ആളുകൾ ചാർത്തി കൊടുത്ത ഒരു വിളിപ്പേരാണ് ദ കിങ് ഓഫ് ഗുഡ് ടൈംസ്, നല്ല സമയങ്ങളുടെ രാജാവ് എന്ന്. ആ രാജാവിന് പിന്നീട് എന്താണ് സംഭവിച്ചത്, അത് എന്തുകൊണ്ടാണ് സംഭവിച്ചത്, ഇതാണ് ഇവിടുത്തെ വിഷയം. ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം ശനി കുജൻ്റെ ക്ഷേത്രത്തിൽ 10-ൽ രാഹുവിനോടൊപ്പം നിൽക്കുന്നു. അതിൽ തന്നെ കുറേയധികം നെഗറ്റീവ്സ് ഉണ്ട്. അതായത് ലഗ്നം ശനിയായി വരികയും 10-ലൊക്കെ നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ബിസിനസ് പോലെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ നല്ലത് തന്നെയാണ്. അത് കുജൻ്റെ ക്ഷേത്രത്തിലും കൂടെ നിൽക്കുന്ന സമയത്ത് വേഗത്തിൽ, അതായത് വളരെ വേഗത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പുറപ്പെട്ടുകൊണ്ടേയിരിക്കും, ചിന്തിച്ചുകൊണ്ടേയിരിക്കും, പ്രാവർത്തികമാക്കിക്കൊണ്ടേയിരിക്കും. അതിൽ പലതിനും നേട്ടങ്ങളും ഉണ്ടാകും, ചെറുതല്ല. പക്ഷേ അവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഒരടി വരാനുള്ള ഒരു സാധ്യത എപ്പോഴും ഇവിടെ ഉണ്ട്. കാരണം 10-ൽ രാഹു ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹത്തോടൊപ്പം നിൽക്കുന്നു. 10-ാം ഭാവാധിപനാവട്ടെ 9-ൽ രാഹുവിൻ്റെ ദൃഷ്ടിയേറ്റും നിൽക്കുന്നു. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പൊസിഷൻ തന്നെയാണ്. ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം 10-ൽ കുജൻ്റെ ക്ഷേത്രത്തിൽ രാഹുവിനോടൊപ്പം നിൽക്കുകയും 10-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം 9-ൽ രാഹുവിൻ്റെ ദൃഷ്ടിയേറ്റ് നിൽക്കുകയും ചെയ്യുന്നത് വളരെയധികം ശ്രദ്ധിച്ച് കർമ്മ മേഖല കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു സ്ഥിതിവിശേഷത്തെ തന്നെയാണ് കാണിക്കുന്നത്. ഇനി ഇദ്ദേഹം എന്നാണ് നാട്, അതായത് ഇന്ത്യ വിട്ടു പോയത്, അതിനുള്ള സാഹചര്യങ്ങൾ എന്ന് പറയുന്ന സമയമുണ്ട്. അത് പറയുന്ന സമയത്ത് കൂടുതൽ വ്യക്തമാകും അത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ 5-ാം ഭാവം, മനസ്സിൻ്റെ സ്ഥാനം, 5-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം എന്ന് പറയുന്നത് ബുധനാണ്. ബുധൻ നിൽക്കുന്നത് 11-ൽ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ ശുക്രനോടൊപ്പം സൂര്യനോടൊപ്പമാണ്. ശുക്രൻ അവിടെ വർഗോത്തമം ചെയ്താണ് നിൽക്കുന്നത്, നല്ലതാണ്. പക്ഷേ 5-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ബുധനായിട്ട് വരികയും അത് ശുക്രനോടൊപ്പം സൂര്യനോടൊപ്പം ഒക്കെ പ്രത്യേകിച്ചും ലാഭസ്ഥാനത്തൊക്കെ നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ലാഭം എന്ന് പറയുന്ന വാക്കിന് പിന്നാലെ ഒരു ഓട്ടം മനസ്സുകൊണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ലാഭത്തിന് പിന്നാലെ ഓടിക്കൊണ്ടേയിരിക്കും എന്ന് സാരം. പക്ഷേ ഈ 5-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. ആ ഒരു കാരണം ശ്രദ്ധിക്കേണ്ടുന്ന പോയിൻറ്റുമാണ്. അതായത് ലാഭത്തിന് വേണ്ടിയുള്ള ഓട്ടത്തിനിടയിൽ ശത്രുതാപരമായിട്ടുള്ള ചിന്തകൾ, അനുഭവങ്ങൾ, സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ അതിന് ശനി ലഗ്നമായതുകൊണ്ട് തന്നെ ലഗ്നാധിപൻ കുജൻ്റെ ക്ഷേത്രത്തിൽ രാഹുവിനോടൊപ്പം നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ പ്രതിസന്ധികളെല്ലാം വകഞ്ഞ് മാറ്റി പോകുന്നതിനുള്ള ധൈര്യം ജന്മന ഈ വ്യക്തിക്ക് ഉണ്ടാകും. അതുണ്ട് താനും, അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി നിൽക്കുന്ന രാശിയിൽ നിന്നും വ്യാഴം 5, 7, 9 ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതായത് വ്യാഴത്തിൻ്റെ 1, 2, 3, 4, 5, 6, 7 7-ാം ദൃഷ്ടി എന്ന് പറയുന്നത് ലഗ്നത്തിലേക്കാണ്. ലഗ്നത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി എന്ന് പറയുന്നത് വളരെ പവർഫുള്ളായിട്ടുള്ള ദൃഷ്ടി തന്നെയാണ്. ആ വ്യക്തിക്ക് നേട്ടങ്ങൾ, വിജയങ്ങൾ, അംഗീകാരങ്ങൾ ഒക്കെ നേടിക്കൊണ്ടേയിരിക്കും, നേടിക്കൊടുത്തുകൊണ്ടേയിരിക്കും. സമൂഹ മാധ്യത്തിൽ നിന്നും കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് നിന്നും
അതുപോലെ തന്നെ വ്യക്തി സംബന്ധമായിട്ടുള്ള ഉയർച്ചയ്ക്കും ഈ പറയുന്ന വ്യാഴത്തിൻ്റെ ലഗ്നത്തിലേക്കുള്ള ദൃഷ്ടി വളരെ നല്ലത് തന്നെയാണ്. എന്നാൽ ഇദ്ദേഹം എന്ത് കാരണം കൊണ്ടാണ് രാജ്യം വിട്ട്, പ്രത്യേകിച്ചും ജനിച്ച മണ്ണ് വിട്ട് പോകേണ്ടതായിട്ടുള്ള സാഹചര്യമുണ്ടായത്? ബാങ്കിൽ നിന്നും 6000 കോടിയിലധികം രൂപ കടം വാങ്ങി അത് തിരിച്ചടച്ചില്ല എന്നതായിരുന്നു കാരണം. കടം വാങ്ങി തിരിച്ചടച്ചില്ല, അതായത് ലഗ്നാൽ 4 ഈ പറയുന്ന കേതു, ഗുളികൻ, രാഹു, ശനി പോലെയുള്ള അവസ്ഥകൾ നിന്ന് കഴിഞ്ഞാൽ അത്തരം ആളുകൾക്ക് കടബാധ്യത മൂലം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഇദ്ദേഹത്തെ സംബന്ധിച്ച് 4 കേതുവുണ്ട്, ഗുളികനുണ്ട്. അത് തന്നെ മോശമാണ്, മാക്സിമം മോശം തന്നെയാണ്. അവിടേക്ക് 1, 2, 3, 4, 5, 6, 7 ഗുളികൻ നിൽക്കുന്നിടത്തേക്ക് ശനിയുടെ 7ാം ദൃഷ്ടി, രാഹുവിൻ്റെ സ്വാഭാവികമായിട്ടുള്ള 7ാം ദൃഷ്ടി, അതുപോലെ തന്നെ കുജൻ്റെ 1, 2, 3, 4, 5, 6, 7, 8 കുജൻ നിൽക്കുന്ന രാശിയിൽ നിന്നും 4, 7, 8 ഭാവങ്ങളിലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത്. അപ്പോൾ കുജൻ്റെ 8ാം ദൃഷ്ടിയും വരുന്നത് 4ലേക്കാണ്, ലഗ്നാൽ 4ലേക്ക്. 4 കേതുവുണ്ട്, ഗുളികനുണ്ട്, രാഹുവിൻ്റെ ദൃഷ്ടി വന്നു, ശനിയുടെ ദൃഷ്ടി വന്നു, അതുപോലെ തന്നെ കുജൻ്റെയും ദൃഷ്ടി വന്നു. വളരെ മോശമാണ്. ഇത്തരം ആളുകൾ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ വലിയ കോടിക്കണക്കിന് രൂപയുടെയൊക്കെ എമൗണ്ടുകളൊക്കെ കടം പോയി എടുത്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും കടം, ആ വാക്കിനാണ് പ്രാധാന്യം, കടം പോയി എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നും ഊരി വരിക അതത്ര എളുപ്പമല്ല. സമ്പത്തില്ലാത്തത് കൊണ്ടോ പണമില്ലാത്തത് കൊണ്ടോ സ്വാധീനശേഷി ഇല്ലാത്തത് കൊണ്ടോ അല്ല അദ്ദേഹത്തിന് രാജ്യം വിട്ടു പോകേണ്ടി വന്നത്. ഈ ഒരൊറ്റ കാരണമാണ്. എടുത്ത തുക 6000-ലധികം കോടി രൂപ അദ്ദേഹം തിരിച്ചടച്ചില്ല എന്ന് പറയുന്ന കാരണം കൊണ്ടാണ് അദ്ദേഹത്തിന് രാജ്യം വിട്ടു പോകേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടായത്. 4ലൊക്കെ പ്രത്യേകിച്ചും ശനി അല്ലെങ്കിൽ ഗുളികൻ്റെ ദൃഷ്ടിയോടെയുള്ള ശനി, അല്ലെങ്കിൽ ഈ പറയുന്ന രാഹു അല്ലെങ്കിൽ കേതു അല്ലെങ്കിൽ ഗുളികൻ തന്നെയും ഒക്കെ നിന്ന് കഴിഞ്ഞാൽ അത്തരം ആളുകൾ ലോൺ പോലെയുള്ള കാര്യങ്ങൾ എടുക്കുന്നത് വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും വേണം ചെയ്യാനായിട്ട്. തിരിച്ചടയ്ക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഉണ്ട് എന്നിരുന്നാൽ പോലും ഇത്തരം ആളുകൾ ലോൺ പോലെയുള്ള കാര്യങ്ങളിൽ പോയി പെട്ടുകഴിഞ്ഞാൽ അത്ര എളുപ്പം ഊരി വന്നോണം എന്നില്ല. അത് പ്രത്യേകം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇദ്ദേഹം മോശമായിട്ടുള്ള ഒരു സമയം, അല്ലെങ്കിൽ കിങ് ഓഫ് ഗുഡ് ടൈംസ്, നല്ല സമയങ്ങളുടെ രാജാവ് എന്നറിയപ്പെട്ടിരുന്ന അതേ വ്യക്തി തന്നെ മോശ സമയം അദ്ദേഹത്തെയും പിടികൂടി. അത് ഏത് കാലത്തിലാണത് പിടികൂടിയത്? അതായത് ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ തിരുവോണമാണ് നക്ഷത്രം, ചന്ദ്രദശയിൽ ജനിച്ചു, ജന്മശിഷ്ടം 62 വരെ ചന്ദ്രൻ, അതിനുശേഷം 7 കൊല്ലം കുജൻ ചൊവ്വ, അതിനുശേഷമാണ് 18 കൊല്ലം രാഹു, അതിനുശേഷം വ്യാഴം 2003 വരെ, ശേഷം ശനി 2022 വരെ. അടിവരയിട്ട് പറയേണ്ടുന്ന ദശയാണ് ഇവിടെ ശനി എന്ന് പറയുന്നത്. ലഗ്നാധിപനാണ്, രാഹുവിനോടൊപ്പം നിൽക്കുന്നു, 10ലാണ്, കർമ്മസ്ഥാനത്താണ് നിൽക്കുന്നത്, കുജൻ്റെ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. ഈ ശനിയിൽ ഇദ്ദേഹത്തിന് രാഹുവിൻ്റെ അപഹാരം വന്നിരുന്നു. അതായത് ശനിയിൽ ശനി സ്വാപഹാരം, അത് കഴിഞ്ഞ് ബുധൻ, കേതു, ശുക്രൻ, സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വയും കഴിഞ്ഞ് രാഹുവിൻ്റെ അപഹാരം വന്ന സമയത്താണ് ഇദ്ദേഹത്തിന് ഈ ലോൺ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വരികയും അതിനെ മറികടക്കാനാവാത്ത രീതിയിലുള്ളൊരു പ്രതിസന്ധിയായി മാറുകയും തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വന്നതും രാജ്യം തന്നെ വിട്ടുപോകേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നുപോയതും. ശനിയിൽ രാഹു, 10ലാണ് ശനി, 10ലാണ് രാഹു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. 10ലൊക്കെ പ്രത്യേകിച്ചും രാഹു പോലെയുള്ള അല്ലെങ്കിൽ ഗുളികൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ നിന്ന് കഴിഞ്ഞാൽ അത്തരം ആളുകൾ ബിസിനസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ശ്രദ്ധ അത്യാവശ്യം തന്നെയാണ്. അദ്ദേഹത്തിന് പത്ര സ്ഥാപനങ്ങളുണ്ടായിരുന്നു, അതുപോലെ തന്നെ പ്രധാനമായും കിങ്ഫിഷർ, യുണൈറ്റഡ് ബ്രൂവറീസ് എന്നൊക്കെ പറയുന്ന സ്ഥാപനങ്ങളുണ്ടായിരുന്നു, അതുപോലെ തന്നെ കാർ റേസിംഗ് കമ്പനി ഉണ്ടായിരുന്നു, IPL ടീം ഉണ്ടായിരുന്നു. അതിനെല്ലാം ശേഷമാണ് ഇദ്ദേഹം
വിമാന സർവീസ് തുടങ്ങാൻ തീരുമാനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഉപദേശകനായിട്ടുള്ള ആൾ പറഞ്ഞിരുന്നു, ഒരു കാരണവശാലും സർ വിമാന സർവീസ് തുടങ്ങരുത്, ചെറിയ കളിയല്ല അത് എന്ന്. പക്ഷേ 5ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ബുധനായിട്ടിരിക്കുകയും അത് വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ സൂര്യനോടൊപ്പം ശുക്രനോടൊപ്പം നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു തിടുക്കം കാണിക്കും. വേഗം വേണം, എല്ലാം വേഗം വേണം, വേഗത്തിലായിരിക്കണം, ആവേശം കാണിക്കും. അതുപോലെ തന്നെയാണ് 10ലെ രാഹു, ചാടി ഇറങ്ങിക്കും. അതായത് ഏതൊരു കാര്യത്തിനും ചാടി അങ്ങ് ഇറക്കും. ശരിയോ തെറ്റോ എന്നുള്ളതൊക്കെ പിന്നെ ആദ്യം ചാടി ഇറക്കും. അതിലുണ്ട് പല നേട്ടങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് മുൻകാലങ്ങളിൽ. പക്ഷേ ചില സമയത്ത് ചില കാര്യങ്ങൾക്ക് വേണ്ടി ചാടി ഇറങ്ങിയാൽ അത് പിന്നീട് തിരിച്ചു കയറാൻ പറ്റാത്ത രീതിയിലുള്ള അത്രയും ആഴത്തിലുള്ള കുഴിയിലേക്കാകും വീഴുക. ഇവിടെ സംഭവിച്ചതും അത് തന്നെയാണ്. ശനിയിൽ രാഹു എന്ന് പറയുന്ന, അല്ലെങ്കിൽ ശനി ദശ എന്ന് പറയുന്ന ആ സമയത്തൊക്കെ ഇത്തരം വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടുന്ന കാര്യങ്ങളിലേക്ക് എടുത്തു ചാടിയാൽ രാഹു അവിടെ കൃത്യമായിട്ട് അതിൻ്റെ ജോലി ചെയ്യും, അത് ചെയ്യുകയും ചെയ്തു. അങ്ങനെ 2022 വരെ അദ്ദേഹത്തിന് ശനിദശ അത് തീർന്നു. അതിനുശേഷം ബുധദശ 2022 മാർച്ച് 7-ാം തീയതി തൊട്ട് 2039 മാർച്ച് 8-ാം തീയതി വരെ അദ്ദേഹത്തിന് ബുധദശയാണ്. ശേഷം കേതു ശുക്രൻ എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ ഇപ്പോഴത്തെ നടപ്പ് ദശ എന്ന് പറയുന്നത്, ഇപ്പോൾ ബുധൻ 11-ൽ ലാഭസ്ഥാനത്തൊക്കെയാണ് നിൽക്കുന്നത്. എന്നിരുന്നാൽ തന്നെയും ബുധൻ അല്ലെങ്കിൽ ഏതൊരു ഗ്രഹത്തിൻ്റെ ആണെങ്കിലും സ്വാപഹാരം അത്ര നല്ലതല്ല. അതിനുശേഷം വരുന്ന ബുധനിൽ കേതുവും നല്ലതല്ല. ബുധനിൽ കേതുവിന് ശേഷം വരുന്ന ബുധനിൽ ശുക്രൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇദ്ദേഹത്തിന് രാജ്യത്തേക്കൊക്കെ തിരിച്ചു വരാനുള്ള സാധ്യത, അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും. ഇദ്ദേഹം രാജ്യത്തേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയും വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ ഈ അനുഭവിച്ച അല്ലെങ്കിൽ ഈ പറയുന്ന മോശം ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം നേരിട്ടിട്ടുള്ള മോശം അനുഭവങ്ങളെ വകഞ്ഞു മാറ്റി തിരിച്ചു പിടിക്കാനുള്ള ശേഷിയും ചിന്താശേഷിയും ബുദ്ധിയും കഴിവും സാമർഥ്യവും എല്ലാമുള്ള വ്യക്തി തന്നെയാണ് അദ്ദേഹം. അത് മുൻകാല ജീവിതം തെളിയിക്കുന്നുമുണ്ട്. പക്ഷേ അതിനുള്ളൊരു അവസരം, ജ്യോതിഷ സംബന്ധമായിട്ട് പറഞ്ഞാലുള്ളൊരു അവസരം ഇനി വരുന്നതേ ഉള്ളൂ. ഇത്രയും കാലം അദ്ദേഹത്തിന് മോശ സമയം തന്നെയായിരുന്നു. അത് കൃത്യമായിട്ട് അവിടെ പ്രതിഫലിക്കുകയും ചെയ്തു. ഇത് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും അദ്ദേഹത്തിന് 7-ൽ നിൽക്കുന്ന വ്യാഴം ലഗ്നത്തിലേക്കുള്ള ദൃഷ്ടി ഗുണം കൊടുത്തുകൊണ്ടേയിരിക്കും. അദ്ദേഹത്തിന് ഇവിടെ മാത്രമല്ല, വിദേശത്തും ഒരുപാട് ബിസിനസ്സുകളുണ്ട്. സൗത്ത് ആഫ്രിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ പോലും അദ്ദേഹത്തിന് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. വിദേശ രാജ്യങ്ങളിലെല്ലാം അദ്ദേഹത്തിന് ഒരുപാട് രാജ്യങ്ങളിൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം വ്യാഴം ലഗ്നത്തിലേക്ക് നിൽക്കുന്നതിൻ്റെ എന്തെല്ലാം വന്നാലും ഒരു സംരക്ഷണം എവിടുന്നെങ്കിലുമൊക്കെ അദ്ദേഹത്തിന് കിട്ടും. ഇപ്പം മറ്റ് ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ സമാനമായി ബിസിനസ് ചെയ്തിരുന്ന ഒരുപാട് ആളുകൾ ജയിലിലുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് അവിടെ രക്ഷപ്പെട്ടു. അദ്ദേഹത്തിന് ആ ഒരു സംരക്ഷണം ലഭിച്ചു. അത് അദ്ദേഹത്തിൻ്റെ ജാതകം ഡിമാൻഡ് ചെയ്യുന്ന കാര്യം തന്നെയാണ്. ഈ 4-ലെ ഇത്തരം സാഹചര്യങ്ങളിൽ 4-ൽ പ്രത്യേകിച്ചും 4-ൽ വീട്, വാഹനം പോലെയുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാനം കൂടാണ്. വീട് സംബന്ധമായിട്ടൊക്കെ ചില ആളുകൾ ലോണൊക്കെ എടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെയൊക്കെ ജാതകം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ, ഗ്രഹനില പരിശോധിച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും 4 എന്ന് പറയുന്ന സ്ഥാനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒന്നെങ്കിൽ കേതു അല്ലെങ്കിൽ രാഹു അല്ലെങ്കിൽ ഗുളികൻ അല്ലെങ്കിൽ ശനി പോലെയുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ എന്തെങ്കിലുമൊക്കെ ദൃഷ്ടികൾ പോലെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അവിടെ ഉണ്ടായിരിക്കും. ഇത് പോയി എടുക്കുന്ന സമയവും ഏതെങ്കിലും ഈ പറയുന്ന 4-ൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ അപഹാരവും ഒക്കെ നടക്കുന്ന സമയമാണെങ്കിൽ പറയണ്ട, അത് മോശമായി തന്നെ വന്നിരിക്കും. ഇതൊക്കെയാണ് വിജയ് മല്യ എന്ന് പറയുന്ന ബിസിനസ് ടൈക്കൂണുമായി ബന്ധപ്പെട്ടിട്ടുള്ള, ഗ്രഹനിലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. വ്യക്തിപരമായി എനിക്ക് ഒരുപാട് ആരാധനയുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. കാരണം മറ്റ് പലർക്കും ചിന്തിക്കാൻ പറ്റാത്തത്ര വേഗതയിൽ തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനും ശേഷിയുള്ള ഒരു വ്യക്തി. പ്രത്യേകിച്ച് ബിസിനസ് പോലെയുള്ള ഏതാണ്ട് 1.84 ലക്ഷം കോടി മാർക്കറ്റ് ക്യാപ്പ് വരുന്ന ബിസിനസ്സാക്കി മധ്യ ബിസിനസ്സിനെ മാറ്റാനുള്ള ഒരു ശേഷി ചില്ലറയല്ല, അല്ലെങ്കിൽ ചെറുതല്ല, എളുപ്പം നടക്കുന്ന കാര്യവുമല്ല. പ്രത്യേകിച്ചും അത്രയും മത്സരബുദ്ധിയുള്ള ഒരു മേഖലയിൽ ഇദ്ദേഹം അവിടെ സുഗമമായി വിജയിച്ചുവെങ്കിൽ അതിനുള്ള ശേഷി ഇദ്ദേഹത്തിനുണ്ട്. പക്ഷേ മോശം സമയം വന്ന സമയത്ത്, തീർത്തും മോശമായ സമയം വന്ന സമയത്ത് മോശം കാര്യങ്ങളിലൂടെ കടന്നുപോയി എന്നതും സത്യം തന്നെയാണ്. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.